نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജറ ചെയ്ത് അവിടെ എത്തുമ്പോൾ മദീന നിവാസികളായ ആളുകൾക്ക് വർഷത്തിൽ 2 ആഘോഷങ്ങളുണ്ടായിരുന്നു. ആ ആഘോഷങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമ, നിങ്ങൾ ആഘോഷിക്കുന്ന 2 ആഘോഷങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ വഖദ് അബ്ദലക്കുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരമായി നൽകുകയാണ്. അവ രണ്ടിനും പകരമായിട്ട് നൽകുകയാണ്. ആ 2 ആഘോഷങ്ങളോട് കൂടെ 2 ആഘോഷങ്ങളും കൂടി നൽകുകയല്ല. ആ 2 ആഘോഷങ്ങൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഖൈറൻ മിൻഹുമാ, ആ 2 ആഘോഷങ്ങളെക്കാൾ ഖൈറായതിന്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ നന്മ നിറഞ്ഞ 2 ആഘോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരമാക്കി തന്നു. ഏതാണത്? യൗമൽ ഫിത്രി വ യൗമൽ അദ്ഹ. ഒന്ന് ഈദുൽ ഫിത്റാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. 2 പെരുന്നാളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് വലിയ പാഠമുള്ള ഹദീസാണ്. മദീനക്കാർ അവരുടെ നാട്ടിൽ ആഘോഷിച്ച 2 ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഘോഷങ്ങളിൽ അവർ ചില പ്രോഗ്രാമുകളെല്ലാം നടത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ട് ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് ആ 2 ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. അതിന് പകരം 2 ഖൈറായ ആഘോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസത്തെ പരിചയപ്പെടുത്തി. ഇസ്ലാമിൽ നമുക്കറിയാം, നമ്മളെപ്പോഴും സംസാരിക്കുന്ന വിഷയങ്ങളാണ്. ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമാക്കി ഒരു അനുഗ്രഹമായി നൽകിയിരിക്കുന്നതാണ്. നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അനുസൃതമായി കൊണ്ട് കുറേ ഇബാദാത്തുകൾ ചെയ്യുക, കുറേ ആഘോഷങ്ങൾ നടത്തുക, ഇതല്ല ദീൻ എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ എല്ലാ ഖുതുബകളിലും സമൂഹത്തെ ഉണർത്തിക്കൊണ്ടിരുന്നതാണ് ദീനിൽ പുതിയ കാര്യങ്ങൾ, ബിദ്അത്തുകൾ നിർമ്മിച്ചുണ്ടാക്കുന്നതിനെ അതിശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബകളിലും എതിർക്കുമായിരുന്നു. എല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ നബി ബിദ്അത്തിനെതിരെ പറയുമായിരുന്നു. കാരണം അത് വലിയ നാശമാണ് എന്നുള്ളത് കൊണ്ടാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. പുതുതായി മുൻ മാതൃകയില്ലാതെ കൊണ്ടുവരുന്നത്.
ഖുർആനിൽ പറയുന്നത് കാണാം, ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ, അതിനാണ് ബദിഅ എന്ന് പറയുക. അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, നബി അവരോട് പറയുക, ഞാൻ മുർസലീങ്ങളിൽ പുതിയ ആളൊന്നുമല്ല, മുൻപൊന്നും മുർസലീങ്ങളില്ലാതെ ആദ്യമായിട്ട് പുതുതായി വന്ന ഒരു റസൂലല്ല ഞാൻ എന്നവരോട് പറയുക. ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന റസൂലല്ല എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന്. അപ്പോൾ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉള്ള ഒരു കണ്ടുപിടുത്തം എന്നതാണ്. എന്നാൽ ദീനിൽ നമ്മൾ എന്തിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്? ദീനിൽ ബിദ്അത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അതിനെ നിർവചിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതിയതായി ഒന്നിനെ കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു, അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ല, അതിൽ പെട്ടതല്ല, എങ്കിൽ ഫഹു റദ്ദുൻ, അതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ദീനിൽ ഏതെങ്കിലും കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതിയ കാര്യങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിക്കണമേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഏതെങ്കിലും പുതുതായി കൊണ്ടുവന്നിട്ട് ഇതാ ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ്, അങ്ങനെയില്ല. എന്താണോ പുതുതായി ഇതിലേക്ക് കൊണ്ടുവരുന്നത് അത് മുഴുവൻ ളലാലത്താണ്, മുഴുവൻ വഴികേടാണ്. ഭാഷ അറിയുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം വളരെ സുന്ദരമായി ഇതിനെ നിർവചിച്ചു. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തുൻ ഫിദ്ദീൻ, ദീനിലുള്ള ഒരു വഴിക്കാണ്, ഒരു മാർഗമാണത്, ദീനിലുള്ള ഒരു തരീഖത്താണത്. എന്താണ് അതിന്റെ പ്രത്യേകത? മുഖ്തറഅത്തുൻ, അത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. ദീന് തന്നെ, പക്ഷെ പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. എന്തുപോലെ ഉണ്ടാകും അത്? തുദാഹി അശ്ശറഇയ്യ, ദീനിലെ നിയമങ്ങൾക്ക് സമാനമായിരിക്കും, തുല്യമായിട്ട് തോന്നും, ദീനാണെന്ന് തോന്നും. അങ്ങനെയുള്ള ദീനിലെ ഒരു പുതിയ വഴിയാണത്. എന്താണ് ഇങ്ങനെ ഈ ബിദ്അത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗത്തു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു, അതിലൂടെ സഞ്ചരിക്കുന്നത് മുഖേന ലക്ഷ്യം വെക്കപ്പെടുന്നത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക, ഇബാദാത്തുകളിൽ കുറച്ച് കൂടുതൽ ആവേശം കാണിക്കുക, അങ്ങനെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ബിദ്അത്ത് എന്താണെന്ന് അത് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ദീനിൽ നിർമ്മിച്ചുണ്ടാക്കുമ്പോഴാണ് അതിനെന്തെന്ന് പറയുക? ശരീഅത്തിന്റെ ഭാഷയിൽ വലാലത്തായ വഴികേടായി ബിദ്അത്ത് എന്ന് പറയുക. അപ്പോൾ ദീനിന് പുറത്ത് ഭൗതികമായ പല കാര്യങ്ങളിലും പല പുതിയ നിർമ്മിതികളും ഉണ്ടാകും, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും. അതിനും ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയും. പക്ഷെ അത് വലാലത്താണോ? ഒരിക്കലുമല്ല, അത് വലാലത്തല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസ് പ്രകാരം മൻ അഹദസ ഫി അംരിന, നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെടാത്ത കാലത്തോളം അതെല്ലാം അനുവദനീയമാണ്. പല ആളുകളും തെറ്റിദ്ധാരണ കൊണ്ട് ചോദിക്കും, നിങ്ങൾ നബി പഠിപ്പിച്ചത് മാത്രമേ ചെയ്യുകയുള്ളൂ എങ്കിൽ എന്തിനാണ് നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കും. ഇത് അടിസ്ഥാനമില്ലാത്ത ചോദ്യമാണ്. അതിനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്ത് എന്ന് പഠിപ്പിച്ചത്. നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദീനിൽ ആരാണോ പുതുതായി ഒന്ന് നിർമ്മിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നത് അതിനെ സംബന്ധിച്ചാണോ പറഞ്ഞത്. എന്നാൽ ദീനിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് അത് പാടില്ലാത്തതാണ്. അഹ്ലുസുന്നയുടെ സകല ഉലമാക്കളും ഏകോപിച്ച കാര്യമാണ്. ദീനിൽ ഏതെങ്കിലും ഒരു കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കാൻ പാടില്ല. ദീനിയായ എല്ലാ ഇബാദാത്തുകളും നിഷിദ്ധമാണെന്നതാണ് അതിന്റെ അടിസ്ഥാനം. എല്ലാ ഇബാദാത്തുകളും ഹറാമാണ്, നിഷിദ്ധമാണ്. ഏതൊഴികെ അള്ളാഹു റസൂലും പഠിപ്പിച്ചത്, അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഹറാമാണ്. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഒരാൾക്കൊരു ഇബാദത്ത് ചെയ്യണം, അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചതായിരിക്കണം. സ്വയം നാം ഒരു ഇബാദത്ത് നിർമ്മിച്ചുണ്ടാക്കിയാൽ അത് പാടില്ലാത്തതാണ്. കാരണം എല്ലാ ഇബാദത്തുകളും നിഷിദ്ധമാണ്. എന്നാൽ ഭൗതികമായുള്ള കാര്യങ്ങളിൽ അങ്ങനെയല്ല. എല്ലാ ആദാത്തുകൾ, ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന
സകല കാര്യങ്ങളും ഹലാലാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം, അനുവദനീയമാണ്. നിങ്ങൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് ഭക്ഷണവും കുടിക്കാം. നിഷിദ്ധമാക്കപ്പെട്ട ചിലതുണ്ട് അതൊഴികെ. അടിസ്ഥാനമെല്ലാം അനുവദനീയമാണെന്നതാണ്. എല്ലാ വസ്ത്രവും ധരിക്കാം, പട്ടു പാടില്ല, പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. എല്ലാ വെള്ളവും കുടിക്കാം, മദ്യം പാടില്ല, ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ പാടില്ല, അതൊഴികെ ബാക്കിയെല്ലാം അനുവദനീയമാണ്. ഇങ്ങനെ ചിലതിന് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാം അനുവദനീയമാണെന്നാണ്. എന്നാൽ ഇബാദാത്തുകളുടെ കാര്യത്തിൽ അതല്ല. ഇബാദാത്തുകളുടെ കാര്യത്തിൽ എല്ലാം നിഷിദ്ധമാണെന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ സൂചിപ്പിച്ച ഹദീസാണ് അതിനുള്ള തെളിവ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു ഇബാദത്ത് പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു വളരെ സുവ്യക്തമായി പഠിപ്പിച്ചു, ദീൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നു. അതിൽ ഹലാലുകൾ, ഹറാമുകൾ, അതിൽ ഇബാദാത്തുകൾ, അതിൽ ആഘോഷങ്ങൾ, ഇതെല്ലാം കൃത്യമായി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഒരു അനുഗ്രഹം എന്ന നിലയിൽ. ദീനിനെ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ദീനിലേക്ക് പുതുതായി അങ്ങനെ കൊണ്ടുവരുന്നത് ഏതുണ്ടോ അത് പാടില്ലാത്തതാണ്. ഇവിടെ ഇത് മനസ്സിലാക്കാൻ പുതുതായി കൊണ്ടുവരുന്ന ഏത് കാര്യവും അതിനെ ശരിയായതാണോ തെറ്റായതാണോ എന്ന് മനസ്സിലാക്കാൻ ഉലമാക്കൾ നമ്മൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു പുതിയ ഇബാദത്ത് അല്ലെങ്കിൽ ഒരു ആഘോഷം കൊണ്ടുവരികയാണ്, അവനോട് ചോദിക്കുക, എന്തിനാണ് നീ ഈ പണി ചെയ്യുന്നത്? ഇപ്പോൾ നബിദിനം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായ ചില ദിക്ർ ഹൽക്കകൾ, മൗലിദ് സദസ്സുകൾ നടത്തുന്നു, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇതുകൊണ്ട് നീ ഇത് അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരു ഇബാദത്താണോ, ഒരു ഇബാദത്ത് എന്നുള്ള നിലയിലാണോ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ സ്വാഭാവികമായും പറയും, അതെ, ഒരു ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ അവരോട് ചോദിക്കണം, നാം ആണോ അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമാണോ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ തൽപരരായിരുന്ന, കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവേശം കാണിച്ച് നമ്മളാണോ അതല്ലോ റസൂലും സഹാബത്തുമായിരുന്നോ? സ്വാഭാവികമായും ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമാണ് അമലുകളുടെ കാര്യത്തിൽ കൂടുതൽ ആവേശം കാണിച്ചിരുന്നവർ. അവരാണ് കൂടുതൽ ഹരീസായിരുന്നവർ, കൂടുതൽ തൽപരരായിരുന്നവർ അവരായിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ പണി ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല എങ്കിൽ അത് ദീനല്ല. ദീനല്ല എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്നതിന്, നിന്ദിക്കുന്നതിന് തുല്യമാണത്. അവിടെ രണ്ട് ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പറയുന്ന ആഘോഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമായിരുന്നു, അള്ളാഹു അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിരുന്നു, പക്ഷെ നബി അത് നമ്മൾ പഠിപ്പിച്ചില്ല. നബിയെ ഒരു ആഘോഷം മൂടിവെച്ചു. ഇതൊരു ഖൈറായിരുന്നു, പക്ഷേ ഇത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്നില്ല എന്ന് പറയേണ്ടി വരും. അത് സാധ്യമാണോ? സാധ്യമല്ല. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സമ്പൂർണ്ണമായും ഈ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഹദീസുകളിൽ കാണാം, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏതേതെല്ലാം ഖൈറുകളുണ്ടോ അത് പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നബിക്ക് അറിയാമായിരുന്നു, പക്ഷെ നബി എന്ത് ചെയ്തു? അത് മൂടി വെച്ചു എന്ന് പറയേണ്ടി വരും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു, നഊദു ബില്ലാഹ്, ചതി കാണിച്ചു എന്ന് പറയേണ്ടി വരും. റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു, അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നബി അത് പഠിപ്പിച്ചില്ല. അത് പറയാൻ ആർക്ക് സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചതിവ് കാണിക്കാത്തവനാണ്, വഞ്ചന കാണിക്കാത്തവനാണ്. നബി തന്റെ ദൗത്യം സമ്പൂർണ്ണമാക്കിയവനാണ്. അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അള്ളാഹ് പറഞ്ഞതാണ്, ഈ ദീൻ സമ്പൂർണ്ണമാക്കിയതാണ് എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചതാണ്. ഇല്ല, അള്ളാഹു കൃത്യമാക്കിയിട്ടില്ല. ഈ ദീനില്ല, ഇന്ന ആഘോഷങ്ങൾ കൂടിയുണ്ട്, ഇന്ന ഇബാദാത്തുകൾ കൂടിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനെ പോലെയാകും. അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ ഒരു ഖായിദ പഠിപ്പിക്കുന്നത് കാണാം, കുല്ലു മൻ ഇബ്തദഅ ഫിദ്ദീൻ ബിദ്അ ഫഹുവ മുസ്തദ്രികുൻ അലല്ലാഹ്. ഏതൊരു ആൾ ദീനിൽ പുതുതായി ഒന്ന് കൊണ്ടുവരുന്നുവോ അവന്റെ വാദം അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇതൊരു തത്വമാണ്, ഒരു
ഒരു കായികയാണ്, ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഒരു കായികയാണ്. ദീനിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പുതുതായി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനറിയാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒന്നിനെന്ത് ചെയ്തു? സ്വയം കണ്ടെത്തി. അവരെ തിരുത്താൻ കെൽപ്പുള്ളവനാണ് അവൻ എന്ന് പറയുന്നതിന് പോലെയാണ്, തുല്യമാണത്. അപ്പൊ അത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണത് എന്നുള്ളതാണ്. മാത്രമല്ല ബിദ്അത്തുകൾ ഉലമാക്കൾ പറയുന്നത് കാണാം, ബിദ്അത്തുകൾ പലപ്പോഴും ആളുകളെ കുഫറിലേക്ക് എത്തിക്കും, ശിർക്കിലേക്ക് എത്തിക്കും. നമുക്കറിയാം, ലോകത്ത് ആദ്യമായി ഒരു ബിദ്അത്ത് ഉണ്ടാകുന്നത് ആദം അലൈഹിസ്സലാമിന്റെ സന്തത പരമ്പരകളിലാണ്. ആദ്യമായി ഒരു ബിദ്അത്ത് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ സുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമാണ് ആദ്യമായി ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്ന റസൂൽ. ഷിർക്ക് സംഭവിക്കുമ്പോഴാണ് ലോകത്ത് റസൂൽ വരിക, കുഫർ സംഭവിക്കുമ്പോഴാണ് റസൂൽ വരിക. അപ്പോ ഷിർക്കിലേക്ക് പോയ സമൂഹത്തെ തിരികെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ ആദ്യമായി നിയോഗിക്കപ്പെടുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിനെയാണ്. അവർ ഷിർക്കിലേക്ക് എത്തിയ കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാം അവരെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം, അള്ളാഹുവിന് പുറമെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ദഅവത്ത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൗരോഹിത്യം അവർ പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. അവർ ആരാധിച്ചുകൊണ്ടിരുന്ന, ദുആ ചെയ്തുകൊണ്ടിരുന്ന, ഇസ്തിഗാസകൾ നടത്തിക്കൊണ്ടിരുന്ന, നേർച്ച അർപ്പിച്ചുകൊണ്ടിരുന്ന ചില ആളുകളുടെ പേരാണ് പറഞ്ഞത്. വദ്, സുവാഅ, യഗൂസ്, യഊഖ്, നസ്ർ, 5 ആളുകൾ. ഇവരെ നിങ്ങൾ കൈവിട്ട് കളയരുതേ. നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അവിടെയുള്ള പുരോഹിതന്മാർ പറയുന്നു, പാടില്ല, നിങ്ങൾ വദ്ദിനെ സമീപിക്കണം, വദ്ദാണ് നിങ്ങളുടെ രക്ഷിതാവ്, വദ്ദാണ്, സുവാ ആണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ നിങ്ങൾ വദ്ദിനെ സമീപിക്കണം, സുവായിനെ സമീപിക്കണം, യഗൂസിനെ സമീപിക്കണം എന്നെന്ത് ചെയ്തു അവിടെയുള്ള പുരോഹിതന്മാര് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ ഒന്നടങ്കം പറഞ്ഞത് കാണാം. ഇവർ ഹാദിഹി അസ്മാഉ ഖൗമിൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ചില ആളുകളായിരുന്നു ഈ ആളുകൾ. സ്വാലിഹീങ്ങളായ 5 ആളുകളായിരുന്നു ഇവർ. അവർ ആദം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. അങ്ങനെ അവർ മരിച്ചു. അവർ മരിച്ചപ്പോ അവരുടെ അനുയായികൾ, ആ പണ്ഡിതന്മാരുടെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ അനുയായികൾ, അവരിൽ ശൈത്വാൻ വന്ന് ഓതിക്കൊടുത്തു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവേശമുണ്ടാകാൻ, നല്ല ഉന്മേഷമുണ്ടാകാൻ നിങ്ങൾ എന്ത് ചെയ്തോ, ഇവർ ഇരുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠ സ്ഥാപിച്ചു വെക്കുക, എന്തെങ്കിലും വടി നാട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തുക. അപ്പൊ ഇവർ വലിയ സ്വാലിഹ്യങ്ങളായിരുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഇബാദാത്തുകൾക്ക് നല്ല ആവേശം വരും, നല്ല ഉന്മേഷത്തോടെ, ആവേശത്തോടെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് പറഞ്ഞത്. അത് ശിർക്ക് ചെയ്യാനല്ല ഇബ്ലീസ് അവരോട് പറഞ്ഞത്. ഈ പറയുന്ന ആളുകളോട് ദുആ ചെയ്യാനല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നല്ല ആവേശത്തോടെ, ഉന്മേഷത്തോടെ ചെയ്യാൻ അവർ ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക അടയാളങ്ങൾ നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടൊന്നുണ്ടാവും, അവരുടെ ത്യാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അങ്ങനെ ഒരു പ്രത്യേക അടയാളങ്ങൾ, അവരുടെ സ്മരണകളും നിങ്ങളുടെ മനസ്സിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ആദ്യ ബിദ്അത്ത്. ലോകത്ത് വരുന്ന ആദ്യ ബിദ്അത്ത് അതാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ നാട്ടക്കുറ്റികൾ സ്ഥാപിച്ചു, എന്നിട്ട് അവരുടെ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടു, ഇങ്ങനെ പലതുണ്ടായി. എന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ആദ്യ തലമുറ മരണപ്പെട്ടുപോയി. ആദ്യ തലമുറ മരണപ്പെട്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കുറ്റികളും നാട്ടക്കുറികളുമെല്ലാം സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള അറിവ് നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? ഇബ്ലീസ് വീണ്ടും വന്നു. ഇബ്ലീസ് വീണ്ടും വന്നിട്ട് അവരോട് പറഞ്ഞു, ദാ നിങ്ങളുടെ പൂർവികർ അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി, മക്കളെ കിട്ടാൻ, ജോലി ശരിയാകാൻ, രോഗങ്ങൾ മാറാൻ സമീപിച്ചിരുന്നതായ ആലിഹത്തുകളാണ് ഇവർ മുഖേനയാണ് അവർ കാര്യങ്ങൾ സാധിച്ചിരുന്നത്. അതുകൊണ്ട് ഇബാദത്തുകൾ അവർക്ക് അർപ്പിച്ചോ എന്ന് പറഞ്ഞു. ആദ്യം ബിദ്അത്താണ് വന്നത്. ആ ബിദ്അത്ത് പിന്നീട് എന്തായി മാറി? ശിർക്കായി മാറി, കുഫറിലേക്ക് ചെന്നെത്തി. അതുകൊണ്ട് വളരെ ശക്തമായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെ തന്നെ ഉലമാക്കൾ, മുഫസ്സിറുകൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇവർ ഈ നാട്ടക്കുറ്റികൾ വച്ചത് എന്ന്? ലൗ സവ്വർതും സുവറഹും കാന അൻഷത ലക്കും വഅശ്വഖ ഇലൽ ഇബാദ. നിങ്ങൾക്ക് ആവേശം കിട്ടാൻ, ഇബാദാത്തിന് നല്ല ഷൗക്ക് കിട്ടാൻ, നല്ല രസം കിട്ടാൻ, അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പണി ചെയ്തത്. നല്ല ആവേശം കിട്ടും. ചില ആൾക്കാർ പറയും, നബിദിനം കഴിക്കുവാണെങ്കിൽ ആളുകൾക്ക് ദീനിനോട് നല്ല ആവേശം വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഇബാദാത്തുകളിൽ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് തോന്നിവാസങ്ങളും ആവേശങ്ങളും ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വർഷം മുഴുവൻ ഒന്നും ഉണ്ടാവില്ല, ഒരാവേശം ഉണ്ടാവില്ല. അത് ബിദ്അത്തുകളുടെ പ്രത്യേകതയായിട്ട് പ്രത്യേക ഉലമാക്കൾ എണ്ണി പറയുന്നുണ്ട്.
അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞതാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് കടന്നു വരാനുള്ള കാരണമായി ഉലമാക്കൾ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് കൃത്യമായി പറഞ്ഞു, ലാ തുത്റൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ ഈസ അലൈഹിസ്സലാമിനെ അതിയായി പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ, എന്നെ വല്ലാതെ നിങ്ങൾ മദ്ഹ് ചെയ്യരുതേ. ഫഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ ഒരു എളിയനായ ദാസൻ മാത്രമാണ്. എനിക്ക് റുബൂബിയ്യത്തിന്റെ യാതൊരു അവകാശങ്ങളുമില്ല. ലോകം സൃഷ്ടിച്ചത് ഞാനല്ല, അതിനുടമപ്പെടുത്തുന്നത് ഞാനല്ല, ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം ഞാനല്ല, മഴ പെയ്യിപ്പിക്കുന്നത് ഞാനല്ല, രോഗം മാറ്റുന്നത് ഞാനല്ല. ഞാൻ അള്ളാഹുവിന്റെ ഒരു എളിമയായ ദാസൻ മാത്രമാണ്. റസൂലു, അള്ളാഹുവിന്റെ റസൂലുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്നെ അനുസരിക്കൽ നിർബന്ധമാണ്. പക്ഷേ ഇബാദാത്തുകൾ എനിക്ക് അർപ്പിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ചില ആളുകൾ പറയും, ഇത് ഈസ അലൈഹിസ്സലാമിനെ നസാറാക്കൾ മകൻ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ മകൻ എന്ന് പറയാൻ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇങ്ങനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറയും. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയെത്താത്ത ചെറിയ പെൺകുട്ടികൾ, ചില അവരുടെ പൂർവികരായ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറിയ പാട്ട് പാടുന്നുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നപ്പോൾ നബിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി എന്ന് പറഞ്ഞു, ഞങ്ങളിൽ ഇതാ ഒരു നബിയുണ്ട്, നാളെ ഉള്ള നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാട്ടുപാടി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലി ഹാകദാ, നിങ്ങൾ ഇങ്ങനെ പറയരുതേ, വഖൂലി മാ കുന്തി തഖൂലി, ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പറഞ്ഞോ, പക്ഷെ എന്നെ സംബന്ധിച്ച് നാളെ നടക്കാൻ പോകുന്ന കാര്യം അറിയുന്നവനാണ്, ഗൈബ് അറിയുന്നവനാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരിച്ചു കൊടുത്തു. ഇതാരെക്കുറിച്ചാണ് പറയണത്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ്. അംബിയാ മുർസലീങ്ങളിൽ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് നബി പഠിപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ നമസ്കാരമില്ലാത്ത, നോമ്പെടുക്കാത്ത, നോമ്പിൽ റമദാനിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്ന, ചിലപ്പോൾ മദ്യപിക്കുന്ന, ശരീഅത്തിന്റെ നിയമങ്ങളും പാലിക്കാത്ത പല പല ഷേഖന്മാരുണ്ട്. അവരെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ഞങ്ങളുടെ റബ്ബാണവർ എന്ന് വരെയും പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇങ്ങനെയുള്ള ഈ ഏർപ്പാട് തുടങ്ങിയ അന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയപ്പോൾ നമ്മുടെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഇബാദത്ത്, അള്ളാഹുവിന് ഇബാദത്ത് അർപ്പിക്കാൻ നല്ല ആവേശം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ പണി ചെയ്ത്. ആദ്യം ശിർക്കിലേക്ക് പോയിട്ടില്ല, ആദ്യം ബിദ്അത്താണ് തുടങ്ങിയത്. എന്നതുപോലെ ചെറിയ നല്ല നല്ല ദുആകളും ദിക്റുകളും എല്ലാം ഓരോ ആളുകൾ ബ്രാൻഡഡ് ആയിട്ട് എഴുതിയുണ്ടാക്കി. അപ്പൊ ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇത് ശൈത്താന്റെ പണിയാണ്, ഇത് ഖുർആനിൽ നിന്ന് തെറ്റിക്കാൻ, സുന്നത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ശൈത്താനിന്റെ കെണിവലയാണിത്. ഇത് പിന്നീട് എന്ത് ചെയ്യും? ശിർക്കിൽ കൊണ്ടെത്തിക്കും. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇന്ന് പല പല മൗലിദുകളിലും, നമ്മുടെ പള്ളികളിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുന്ന പല മൗലിദുകളിലും പച്ചയായ ശിർക്കുണ്ട്, കുഫറുണ്ട്. അതില് നിരന്തരം നമ്മുടെ നാടുകളിൽ വലിയ ആഘോഷമായി നടത്തപ്പെടുന്ന ബുർദ, അതിൽ കാണാം, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി എന്ന് പറയുന്ന വരികളുണ്ട്. റസൂലേ, അങ്ങയല്ലാതെ ഞങ്ങൾക്കാരും തന്നെയില്ല, ഒരു പ്രയാസം വന്നുപെട്ടാൽ, ദുരിതം ഞങ്ങളിലേക്ക് വന്നാൽ അഭയം തേടാൻ അങ്ങയല്ലാതെ മറ്റാരും തന്നെ ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന വരികളുണ്ട്. അല്ല, അള്ളാഹുവാണ് നമുക്ക് അഭയമിക്കേണ്ടവൻ, അള്ളാഹുവിനോടല്ലാതെ ഇസ്തിആദ തേടിക്കൂടാ, അഭയം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. പക്ഷെ ആ വരികൾ നമ്മുടെ പള്ളികളിൽ നിന്ന് പാടുന്നുണ്ട്. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. നമ്മുടെ പള്ളികൾ മുമ്പുകളിൽ നിന്ന് പാടുന്ന പാട്ടാണിത്. എന്താണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, താങ്കളുടെ ഔദാര്യം കൊണ്ടാണ് ദുനിയാവും ആഖിറവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, താങ്കളുടെ ഔദാര്യമാണ്, താങ്കളുടെ ഇൽമിൽപ്പെട്ട കാര്യങ്ങളാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത് എന്ന് പാടുന്ന വരികൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഷൈത്താനിന്റെ ശക്തമായ ഇടപെടലുകളായിരുന്നു. ഷൈത്താൻ ഒരു കാര്യം കൊണ്ടുവരുന്നത് ആദ്യം ആളുകളെ ശിർക്കിലേക്ക് ക്ഷണിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? പതിയെ പതിയെ ശിർക്കിലും കുഫറിലും എത്തിക്കുക എന്നുള്ളതാണ് അവന്റെ പണി. അതുകൊണ്ട് ഈ വിഷയം നല്ല ജാഗ്രതയോടെ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അതത്ര നിസ്സാരം ഗൗരവത്തിൽ കാണേണ്ട വിഷയമല്ല, നിസ്സാരമായ കാര്യമല്ലേ, നബിയോടുള്ള സ്നേഹത്തിന്റെ കാരണത്താലല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിസ്സാരപ്പെടുത്തുന്ന ആളുകളെ കാണാൻ പറ്റും. പക്ഷെ അത് അപകടമാണ്. ബിദ്അത്ത് കൊണ്ടെത്തിക്കുക ശിർക്കിലേക്കായിരിക്കും, കുഫറിലേക്കായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുത്ബകളിലും, എല്ലാ ഖുത്ബകളുടെയും തുടക്കത്തിൽ പറയുമായിരുന്നു, ബിദ്അത്ത് അപകടകരമാണ്, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്, എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുള്ള വഴിയാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിക്കൊണ്ടേയിരുന്നത് ഇക്കാരണത്തിൽ. നേരത്തെ സൂചിപ്പിച്ച സംഭവത്തിൽ കാണാം, നൂഹ് അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിൽ ശിർക്ക് വരാനുള്ള കാരണം ലമ്മ നുസിയൽ ഇൽമു മറക്കപ്പെട്ടപ്പോൾ എന്നാണ്. ഇൽമു മറക്കപ്പെട്ടപ്പോൾ, അതായത് ശിർക്കും തൗഹീദും തമ്മിൽ വേർതിരിയുന്ന ഇൽമിനെ സംബന്ധിച്ചുള്ള ബോധം ഇല്ലാതെയായപ്പോൾ എന്ത് ചെയ്തു? ഉബിദത്ത്, ഈ പറയുന്ന നാട്ടക്കുറ്റികൾ ഇബാദത്ത് ചെയ്യപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഈ ഇൽമ് നിരന്തരം എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കി. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ബിദ്അത്തുകൾ ആളുകളെ എന്ത് ചെയ്യും? ശിർക്കിൽ കൊണ്ടെത്തിക്കും, കുഫറിൽ കൊണ്ടെത്തിക്കും. ഇതിന് ധാരാളം തെളിവുകളും ഉദാഹരണങ്ങളുമുണ്ട്. ലോകത്താദ്യമായി ശിർക്ക് വന്നത് അങ്ങനെയാണ്. ഇത് ഇന്ന് നമ്മുടെ ഒരു യാഥാർത്ഥ്യം എന്നോണം നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ബിദ്അത്തുകൾ വ്യാപകമായി. അതിനിടയിൽ ശിർക്കായ കുഫറായ പല ആഘോഷങ്ങളും, തനി ശിർക്കും കുഫറുമായത് പലതും നടക്കുന്നു. അത് തന്നെ ഇന്ന് വളരെയധികം എന്താണ്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് അവതാരങ്ങളുണ്ടെന്നും അത് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെന്നും ഓരോ വർഷവും അവർ ഇങ്ങനെ നാട് കാണാൻ വരുമെന്നും എല്ലാം പറയുന്ന തനി പച്ചയായ ശിർക്കിന്റെ ആശയങ്ങൾ, ഇത് ആഘോഷിക്കുന്നത് പോലും അത് കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ദീനി പ്രബോധകരെന്ന് പറയുന്ന ആളുകൾ വരെയും ഇത് പറയുന്നുണ്ടെന്ന്. എത്ര വലിയ ദുരിതമാണത്! എത്ര വലിയ നാശമാണ് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ വീടുകളിലും ഉണ്ടാകും ചിലപ്പോൾ ഇന്ന് ഈ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ കുട്ടികൾ പുറപ്പെട്ടത് കാണാൻ പറ്റും. ആരും അവരോട് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കലില്ല. കുട്ടികളല്ലേ, നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ ഇത് വലിയ ഗുരുതരമായ കാര്യമാണ്. എത്രത്തോളം എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഈ 2 ആഴ്ചകളിൽ വന്ന വാർത്തകളിൽ കണ്ടാൽ സാധിക്കും. ഏതൊരു പാട്ട്, നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, ഒരു ഗീതം, അത് പൂർണ്ണമായി ചെല്ലുന്നതും ഭാഗികമായി ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട വലിയ വാഗ്വാദങ്ങൾ, ഭൗതികമായ പല രാഷ്ട്രീയ സംഘടനകൾ വരെയും അത് പൂർണ്ണമായി ചൊല്ലാൻ പാടില്ല. ഏതോ തിരുവനന്തപുരത്തോ മറ്റോ ഏതൊരു സ്ഥാപനത്തിൽ അത് പൂർണ്ണമായി പാടിയപ്പോൾ എന്ത് ചെയ്തു? ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ അതിനെതിരെ സമരമായിട്ട് വന്നു. ഇന്നലെ കണ്ട വാർത്തയാണ്. എന്തിന്? ചില പാട്ടുകൾ പാടി. ഇപ്പൊ എന്താണ് അതിന്റെ പ്രശ്നം? അതിൽ എല്ലാ മതക്കാർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില വരികളുണ്ട്. ശിർക്ക് വരുന്ന, കുഫർ വരുന്ന ചില വരികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പാടണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ സമരം നടത്തിയത്. നമ്മുടെ മുസ്ലിം നേതൃത്വത്തിന് പോലും ഈ ബോധം വരുന്നില്ല. അതായത് ശിർക്കും കുഫറും നമ്മളും പോയി ചെയ്തു കൊടുക്കണമെന്നാണ് പലരും പറയുന്നത്. ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്, അപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാവും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നു. സാബിത്ത് ബിൻ ദഹാഖാണ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചു, നബിയോട് പറഞ്ഞു, നബിയെ, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനും മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുബദ്, ഈ പറയുന്ന സ്ഥലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ സ്ഥിതി ചെയ്ത സ്ഥലമാണോ, ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണോ അത് എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, അല്ല, അങ്ങനെ അവിടെ പ്രത്യേകമായ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നബി ചോദിച്ചു, ഫഹൽ കാന ഫീഹാ ഈദും മിൻ അയാദിഹിം, എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ആഘോഷിച്ചിരുന്ന ഏതെങ്കിലും ആഘോഷങ്ങൾ നടത്തുന്ന സ്ഥലമാണോ അത് എന്ന് ചോദിച്ചു. ആ സ്ഥലത്ത് ഏതെങ്കിലും ആഘോഷങ്ങൾ നടന്നിരുന്നോ? അപ്പൊ പറഞ്ഞു, ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഔഫി ബിനദ്രി, എന്നാൽ താങ്കളുടെ നേർച്ച താങ്കൾ വീട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോ പണ്ടെങ്ങാനും കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഒരു ആഘോഷം നടത്തിയിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് പോയി അള്ളാഹുവിനുള്ള പ്രത്യേകമായ ഒരു ഇബാദത്ത് നിർവഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും, എന്താണ് ഇവൻ പഴയ ആ സ്ഥലത്ത് വന്നിട്ട് ആ വിഗ്രഹത്തിന് ബലിയർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ആഘോഷത്തിന്റെ ഭാഗമായി അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, ബലിയർക്കുന്നത് ആളുകൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അവർ പണ്ടെങ്ങാണ്ട് ആഘോഷിച്ചിരുന്ന, ആഘോഷം നടത്തിയിരുന്ന ആ സ്ഥലത്ത് പോയി എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ, ആഘോഷം നടത്താൻ പാടില്ല എന്നല്ല പറയണത്.
അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് അവിടെ പോയി നിങ്ങൾ ചെയ്യരുത്. കാരണം എന്ത് ചെയ്യും? ആളുകൾ തെറ്റിദ്ധരിക്കും. പണ്ടെങ്കാലം എവിടെയോ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, ആ വിഗ്രഹമുള്ള സ്ഥലത്ത് പോയി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ, ഇപ്പോൾ വിഗ്രഹമില്ല, ഇപ്പോൾ നിലവിൽ, പണ്ടുണ്ടായിരുന്നു എന്നാണ് നബി ചോദിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയാകും. ഇങ്ങനെ ശിർക്കും തൗഹീദും സുന്നത്തും കൃത്യമായി പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് എന്ത് ചെയ്യുന്നത്? പരസ്യമായി ഈ പറയുന്ന ആഘോഷങ്ങൾ, തനി ശിർക്കായ കുഫറായ ആഘോഷങ്ങൾ യാതൊരു മടിയുമില്ലാതെ എന്ത് ചെയ്യുന്നു? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിദ്അത്തുകൾ എന്ത് ചെയ്യും? പതിയെ പതിയെ ആളുകളെ കുഫറിലെത്തിക്കും, ശിർക്കിലെത്തിക്കും, വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു നമ്മളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.